ഇതിലേക്ക് ശ്രീകാര്യം വെഞ്ചാവോട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 50 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെഞ്ചാവോടുള്ള A1 ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, 50 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെയൊക്കെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ആരോഗ്യ വിഭാഗം ഇത് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ? പരിശോധന നടത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്? കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ശനിയാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിച്ച പലർക്കുമാണ് ഈ ഗുരുതരാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലും എല്ലാം 50ഓളം പേർ ചികിത്സയിൽ കഴിയുകയാണ്. പലരും പല സ്ഥലത്തു നിന്നെത്തി പല ഭക്ഷണം കഴിച്ചവരാണ്. അവർക്കെല്ലാം ഇങ്ങനെ ഒരുപോലെ എന്തുകൊണ്ട് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള കാര്യത്തിൽ എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും കോർപ്പറേഷൻ ആ ഹോട്ടൽ പൂട്ടി സീൽ ചെയ്തു. ഇനി കൂടുതൽ പരിശോധനകൾ അവിടെ നടത്തണം. എന്താണ് പാളിച്ച ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. അതിനെല്ലാമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ എന്തായാലും നടന്നു വരുന്നത്. പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതായാലും പരിശോധനയ്ക്കെല്ലാം ശേഷം മാത്രമേ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഏതായാലും ആരുടെയും നില ഗുരുതരമല്ല. ശരി, എന്തായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ്. A1 ഹോട്ടലിൽ നിന്നും പല ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകി.